രണ്ട് പല്ലുണ്ടല്ലേ? ഓക്കെ, അത്യാവശ്യം മകിടൊക്കെ ഉള്ള നല്ല പശുവാണ്. ഇതിപ്പോ ശരിക്കും നമ്മളിവിടെ കന്നി പ്രസവം തന്നെ. ഓക്കെ, കന്നി പ്രസവമാണ്. 85. ലാസ്റ്റ് എவ்வளவு? എത്രാമത്തെ ഡെലിവറിയാ? എത്രാമത്തെ ലാക്ടേഷൻ? അത്യാവശ്യം കൊള്ളാവുന്ന പശു തന്നെ കേട്ടോ. അങ്ങനെ പേടിയോ കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഞാനിപ്പോ ഇതിപ്പോ തൊട്ടിട്ടും അങ്ങനെ പ്രശ്നമില്ല. സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആണ്, കുഴപ്പമില്ല കേട്ടോ. 42. ഇത് എന്നാ സിന്ധുപേട്ടി അങ്ങനെ ഞാൻ കേട്ടില്ല കേട്ടോ. 2 നേരം 10 കിടക്കോ? 42. ലാസ്റ്റ് എவ்வளவு? ലാസ്റ്റ് ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? നല്ല അടിപൊളി പശു കേട്ടോ. ആൾക്ക് ചെറിയ പേടി ഉണ്ടാവും, കാരണം കന്നി ആയതുകൊണ്ട് ഒരു പേടി ഉണ്ടാവും കേട്ടോ. പക്ഷെ എന്നാലും വീട്ടമ്മമാർക്കൊക്കെ വളർത്താൻ പറ്റും. ലാസ്റ്റ് എவ்வளவு വന്നേ? 80 രൂപയാണെങ്കിൽ കൊടുക്കും. ലാസ്റ്റ് 80 രൂപയ്ക്ക് കൊടുക്കുന്ന പശു കേട്ടോ. കാണാനും ആള് സുന്ദരിയാണ്, എന്നാൽ നല്ല സോഫ്റ്റ് സ്കിന്നാണ്. ഫസ്റ്റ് ലാക്ടേഷൻ ആട്ടോ. ഇത് പ്രസവിക്കാൻ എത്ര ദിവസം പ്രസവിക്കാൻ? ഡെലിവറിക്ക് എவ்வளவு താള്? 20 നാള് കഴിഞ്ഞാല് 20 ദിവസം കഴിഞ്ഞ് നമുക്ക് ഇത് പ്രസവിക്കും കേട്ടോ. ഫസ്റ്റ് ലാക്ടേഷൻ ആണ്. സെക്കൻഡ് ലാക്ടേഷൻ ഒക്കെ നല്ല അത്യാവശ്യം നല്ല പാല് കിട്ടുന്ന ഒരു പശുവായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഓക്കെ, കാലത്ത് 7 മണിയാണ് കാണുന്നത്. കാലത്ത് 7 മണിക്ക് കാണുന്നതാണ് നമ്മുടെ ഈറോഡ് മാർക്കറ്റിലെ സീനാണ് കാണുന്നത്. അപ്പൊ കുറച്ചുകൂടി നേരമൊക്കെ വെളുത്ത് നല്ല വെട്ടമൊക്കെ വെച്ച് അത്യാവശ്യം ഇവിടെ ചുറ്റിയടിച്ചിരിക്കുക. ഫാമിലേക്ക് വാങ്ങാൻ പറ്റിയ പശു ഇത്. നമുക്ക് ഈ ഫാമിലിക്കൊക്കെ പറ്റിയ പശുക്കളാട്ടോ. ഇവിടെ കയറ് പിടിച്ച ആളെടുത്ത് അണ്ണാ എവിടെ വേണേ? ഫസ്റ്റ് ആണല്ലേ? കുട്ടിയുണ്ട്. അതിന്റെ കൊമ്പൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി. ഓക്കെ, ഫസ്റ്റ് ലാക്ടേഷൻ അല്ലേ? ഫസ്റ്റ് ലാക്ടേഷൻ വരുന്നത് എவ்வளவு നാളെ എടുക്ക്? എത്ര രൂപ പേർക്ക്? 1.20 അല്ലേ? ലാസ്റ്റ് 1.5 ലാസ്റ്റ് കിട്ടുന്ന ഒരു പശു കേട്ടോ. അതെവിടെ ചുവന്ന കയറൊക്കെ കെട്ടി നല്ല സുന്ദരിയായിട്ട് ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇതൊരു 10 നാള് കഴിയുമ്പോൾ ആള് പ്രസവിക്കുന്നതാണ് അവർ പറയുന്നത് കേട്ടോ. ആ പ്രസവിക്കാറായ ആ ഒരു ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് അവർ പറഞ്ഞതുള്ളതാണ്. നല്ല സ്കിന്നൊക്കെയാണ്. ആളങ്ങനെ വലിയ പേടിയും പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഈ ഫാമിലിക്കൊക്കെ പറ്റിയ പശു കേട്ടോ. ഇവിടെ ആള് ബഹളമാണല്ലോ. എന്ത് പറ്റി? ഇവിടെ ഒരാള് പോണു. പോട്ടെ വേം പോട്ടറി. അവിടെ കറക്കുണ്ട്. അവിടെ പാൽ ഞരമ്പ് നോക്കുന്നു, കറന്ന് നോക്കുന്നു. കറന്ന് നോക്കുന്നു കേട്ടോ. പശുവിനെ എടുക്കുന്നതിന് മുമ്പായിട്ടൊന്ന് കറന്ന് നോക്കണമൊക്കെ നല്ലതാണല്ലോ. HF മോഴയാണ്. വണ്ടിയിൽ നിറച്ചും HF പശുക്കളാണ്. അവരെ ഇറക്കാൻ നിൽക്കുകയാണ്. അതും തമിഴ്നാട് വണ്ടി തന്നെയാണല്ലോ. കൊള്ളാം. നല്ല അകിടും കാര്യങ്ങളും നല്ല പാലുൽപാദനം കണ്ടാരേ. അടിപൊളി സീനല്ലേ? ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, സജീവമായിട്ടുള്ള മാർക്കറ്റ്. അണ്ണാ ഇത് എവിടെ തന്നെ? 95. ലാസ്റ്റ് എവിടെ? 85 രൂപ. എത്രാമത്തെ ലാക്ടേഷൻ? ഫസ്റ്റ് ലാക്ടേഷൻ. ഫസ്റ്റ് 4 പല്ല് അല്ലേ? 75 രൂപ പശുവട്ടേക്കാണ് ഫസ്റ്റ് ലാക്ടേഷൻ. അത് മോഴ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം മോഴ തന്നെയാണ്, പേടിക്കണ്ട കേട്ടോ. ഓ ഇല്ല ആള് ഓക്കെ. നല്ല വലിയ പശു 75 രൂപ. നമുക്ക് ഇവിടെ ബാർഗെയിൻ ചെയ്യുന്ന ആളുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുറച്ച് എമൗണ്ട് കുറച്ച് കിട്ടും കേട്ടോ. ഇന്നിപ്പോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അങ്ങനത്തെ ഒരാളെയാണ്. ഒരു മലയാളിയാണ്. എന്റെ പേര് കേട്ടോ? എവിടെന്നാ വന്നെ? വയനാട്. ഇത്തവണ എടുത്താ എടുത്തല്ലേ? ഓക്കെ, അപ്പൊ അടിപൊളി. அது வேண்டாம், நாங்களும் நம்ம தெரிஞ்ச ஆளுக்கு சும்மா எதை இடத்தில் பண்றது.
ഓക്കെ അത് ചോദിച്ചോണ്ടിരിക്കും, എനിക്കത് വേണ്ടെന്ന് പറയും. ആളെ നിങ്ങള് ആലുവയിലാണല്ലേ? ആലോചിക്കാനാണ് ചേട്ടാ. ഇവിടെ നമുക്ക് ഈ സ്കീമിനൊക്കെ പറ്റിയ നല്ല പശുക്കളുണ്ട്. പശുക്കളൊക്കെ അടിപൊളി പശുക്കൾ. നോക്കിയെടുക്കാൻ മതി. ഇവിടെ ഒരു ജേഴ്സി മോഡൽ പോയിട്ട് എവിടെ ആണ്? 90. അതിന് രണ്ട് പല്ലുണ്ടല്ലേ? ഓക്കെ. അത്യാവശ്യം മകിടൊക്കെ ഉള്ള നല്ല പശുവാണ് ഫസ്റ്റ് കേട്ടോ. കന്യ. ഇതിപ്പോ ശരിക്കും നമ്മളിവിടെ കന്നി പ്രസവം തന്നെ. ഓക്കെ, കന്നി പ്രസവം കേട്ടോ. നല്ല അടിപൊളി പശു കേട്ടോ. ആൾക്ക് ചെറിയ പേടി ഉണ്ടാവും, കാരണം കന്നി ആയതുകൊണ്ട് ഒരു പേടി ഉണ്ടാവും കേട്ടോ. പക്ഷെ എന്നാലും വീട്ടമ്മമാർക്കൊക്കെ വളർത്താൻ പറ്റും. ലാസ്റ്റ് എവിടെ വന്നേ? 80 രൂപയാണെങ്കിൽ കൊടുക്കും. ലാസ്റ്റ് 80 രൂപയ്ക്ക് കൊടുക്കുന്ന പശു കേട്ടോ. കാണാനും ആള് സുന്ദരിയാണ്, എന്നാല് നല്ല സോഫ്റ്റ് സ്കിന്നാണ്. ഫസ്റ്റ് ലാക്ടേഷൻ കേട്ടോ. ഡെലിവറിക്ക് എവ്വളോ താള്? 20 നാള് കഴിഞ്ഞാല് 20 ദിവസം കഴിഞ്ഞ് നമുക്ക് ഇത് പ്രസവിക്കും കേട്ടോ. ഫസ്റ്റ് ലാക്ടേഷൻ ആണ്. സെക്കൻഡ് ലാക്ടേഷൻ ഒക്കെ നല്ല അത്യാവശ്യം നല്ല പാല് കിട്ടുന്ന ഒരു പശുവായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഓക്കെ. നമ്മുടെ പശു അടയാണ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആളുകൾ ഇങ്ങനെ ആളെ തിങ്ങിയിട്ട് പശു ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. ഒരു കറുത്ത പശു ഇതെങ്ങോടെ പോണേ? ഇവിടെ ഒരു HF പശു പോലെ കേട്ടോ. നമുക്ക് ഇതിന്റെ റേറ്റ് ഒന്ന് ചോദിച്ചേക്കാം. അത്യാവശ്യം കൊള്ളാവുന്ന പോയി പശു കേട്ടോ. എത്രാമത്തെ ലാക്ടേഷൻ ആണെന്നുള്ളത്. അണ്ണാ എവ്വളോ ആണ് ഇതൊക്കെ? എവ്വളോ? 85. ലാസ്റ്റ് എവ്വളോ അവർക്ക്? എത്രാമത്തെ ഡെലിവറിയാ? എത്രാമത്തെ ലാക്ടേഷൻ? മൂന്നാമത്തെ. എത്ര ലിറ്റർ പാല് കിട്ടും? 25. കാലത്തും വൈകിട്ടും കൂടി 25 ലിറ്റർ എന്നാണ് പുള്ളി പറയുന്നത് കേട്ടോ. ഇത് ലാസ്റ്റ് 75 എന്നൊക്കെ പറയുന്നുണ്ട്. ബാർഗൈൻ ചെയ്താൽ ചിലപ്പോ കിട്ടും. നേരെയുള്ള 4 കാമ്പ് നേരെ നിൽക്കുന്ന കാമ്പുകളാട്ടോ. നമുക്ക് ഇവിടെ ഉള്ള ഒരാള് ബാർഗൈൻ ചെയ്ത് കിട്ടുകയാണെങ്കിൽ എനിക്ക് 65 കിട്ടും. 65 കിട്ടും. പക്ഷേ ഒരാള് കൂടെ ഉണ്ടെങ്കിലാണ് നമുക്കിത് ബാർഗൈൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അത്യാവശ്യം കൊള്ളാവുന്ന പശു തന്നെ കേട്ടോ. അങ്ങനെ പേടിയോ കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഞാനിപ്പോ ഇതിപ്പോ തൊട്ടിട്ടും അങ്ങനെ പ്രശ്നമില്ല. സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആണ്, കുഴപ്പമില്ല കേട്ടോ. അടിപൊളി. ആള് മൂന്നാമത്തെ ലാക്ടേഷൻ ആണ്. അത്യാവശ്യം പാൽ ഉൽപാദനം ഉണ്ട്, കാരണം 25 ലിറ്റർ പാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം അല്ലെ? കൊമ്പ് കുഴപ്പമില്ല. കൊമ്പ് ചീറ്റുണ്ടോ? ഇല്ല, കാണുന്നില്ല അങ്ങനൊന്നും. ഓക്കെ. ഇവിടെ ഒരു ചെറിയൊരു കറുത്ത പശു ഉണ്ട് കേട്ടോ. ആള് ഈ ജെല്ലിക്കെട്ട് പോലത്തെ കയറൊക്കെ കെട്ടിട്ടാണ്. അണ്ണാ എവിടെ ഉണ്ട് എന്താ പശുക്ക്? 42. ഇത് എന്നാ സിന്ധുപേട്ടി അങ്ങനെ ഞാൻ കേട്ടില്ല കേട്ടോ. സിന്ധുപേട്ടി അല്ലേ? തൊട്ടോട്ടെ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആൾക്ക് പേടിയൊന്നും അങ്ങനെ കാണുന്നില്ല. ഞങ്ങൾ ആദ്യമായിട്ട് കാണട്ടോ ഇത്രയും അത്യാവശ്യം അകടുള്ള. എത്ര പാല് കിടക്കും സാർ? 10 കാലയിലാ അത് ദിനോ? 2 നേരം 10 കിടക്കോ? 42. ലാസ്റ്റ് എവ്വളോ അവർക്ക്? ലാസ്റ്റ് എവ്വളോ അവർക്ക്? ലാസ്റ്റ് എവ്വളോ? 37 വന്നാ കൊടുക്കും. 37 രൂപയ്ക്ക് കാലത്തും വൈകിട്ടും കൂടി 10 ലിറ്റർ പാല് കേട്ടോ. നല്ല പശു. 37 എന്നുള്ളത് 35 കിട്ടും കേട്ടോ. 35 കിട്ടും. അത്യാവശ്യം പാല് ഓക്കെ. പാലുൽപാദനം ഉണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം അകിടൊക്കെ ഉണ്ടല്ലോ. കുഴപ്പമില്ല കേട്ടോ. 10 ലിറ്റർ ഉള്ളൂ. നമുക്കൊരു 35 വരെ കിട്ടും കേട്ടോ. അത് അത്യാവശ്യം കൊള്ളാവുന്ന പശു. അത് ഒരു വീട്ടമ്മ വീട്ടമ്മയാണ് വന്ന് നോക്കണം കേട്ടോ. പശുവിനെ നോക്കുന്നുണ്ട്. ഇവിടെ ഒരു ഗിർ ഉണ്ട്, ഗിർ ക്രോസ് ഉണ്ട്. നല്ല വലിയ പശുവാണ്. ഇച്ചിരി അടച്ചു. ഇത് പിന്നെ ഗിറിനുണ്ടാവുമല്ലോ. വിളയല്ല. ഒന്ന് എത്രാമത്തെ ലാക്ടേഷൻ?
രണ്ടാമത് പാൽ എவ்வளவு கிடைக்கும் 10 20 വരും 20 ലിറ്റർ 20 ലിറ്റർ പാലുള്ള പശു. ലാസ്റ്റ് എவ்வளவு കിട്ടും 85 രൂപയ്ക്ക് 10 20 ലിറ്റർ പാല് കിട്ടുന്ന ഒരു ഗിർ പശുവാണ് കേട്ടോ അത്. അത്യാവശ്യം നല്ല പ്രസവിക്കാറായിട്ടുണ്ട്. 10 ദിവസത്തിനുള്ളത് പ്രസവിക്കില്ല അത്ര. ആള് ചെറുതായിട്ട് ഗിറായതുകൊണ്ട് മറ്റു നമ്മുടെ നാടൻ മറ്റു പശുക്കളുടെ കണക്കല്ലല്ലോ. അതെ. എന്നാൽ ഓണന്റെ അടുത്ത് വളരെ പഞ്ചപാവം കുട്ടിയാട്ടോ. ഒരു 85 രൂപയ്ക്ക് കിട്ടുക. 10 20 എന്നുള്ളത് ആണ് അവർ പറയുന്നത്. അതെ. റൂമിലെടുത്ത് ഇങ്ങനെ ആദ്യം കാണാൻ വേണ്ടിട്ട് ഒരു 4-5 പശുക്കള് ഇപ്പൊ ഇവിടുന്ന് പശുക്കളെ എടുത്തിട്ട് എങ്ങനെയുണ്ട്? ഇവിടുന്ന് ഇതുവരെ എടുത്തിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈം ആണ്. ഫസ്റ്റ് ടൈം. നമ്മൾ അവിടുന്ന് വീടുകളിൽ ഇവിടെ വന്ന് നോക്കിട്ട് എങ്ങനെയുണ്ട്? ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. അതല്ലേ? നമ്മള് ഒരു വീട്ടിൽ പോയിട്ട് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ വേഗം കച്ചവടം. ഇത് കാണുമ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ? ഏതെടുക്കണ്ട് ഏതെടുക്കണ്ട്. അതെ 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 അതെ. ഒരെണ്ണം കാണുമ്പോ മിക്കവാറും അടുത്ത് കാണുമ്പോ ഇത് വേണ്ട അത് അതാണ് അല്ലേ? ഓക്കെ. അപ്പൊ പേരെന്താ ചേട്ടന്റെ? ഇസ്മായിൽ അസീസ്. അസീസ് അല്ലേ? അപ്പൊ ഞങ്ങള് മലയാളികൾ ഒരുമിച്ച് മീറ്റ് ചെയ്തിട്ടാ. എന്റെ പേര് ശ്രീമോൻ, ആളുടെ പേര് സിനോബി. സിനോബി. ഓക്കെ. എറണാകുളം ആലുവ. ആലുവ. ഓക്കെ. ആലുവ കേട്ടോ. ഓക്കെ. താങ്ക് യു. ഓക്കെ. ബൈ ബൈ.